ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം നോക്കി വന്നല്ലേ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ലതെന്ന് തോന്നിയിരുന്നു. അത് ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്തായാലും ടൈപ്പ് 3ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ പഴയ ബമ്പർ കിറ്റ് അത് അങ്ങനെ തന്നെ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നതാണ് നല്ലത്. എന്നാൽ പ്രധാനമായിട്ട് നമ്മൾ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് പഴയ ബമ്പർ കൂടെ ഈ വാഹനത്തിന്റെ കൂടെ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ക്രോം ഫിനിഷിൽ വരുന്ന ഈ ഒരു ബാഡ്ജിങ് തന്നെയാണ് ഇന്നോവ ക്രിസ്റ്റ ടൈപ്പ് 3 കൺവേർഷനിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. ആ സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഫ്രണ്ട് ലുക്ക് കൂടെ നമ്മൾ എന്തായാലും സർപ്രൈസ് ആയിട്ട് വെച്ച സംഭവം കാണിച്ചു തരുന്നതാണ്. ഹലോ എവരിവൺ, മോജോ ഓട്ടോ കഫേയുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്പെഷ്യൽ ആണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഫേസ് ലിഫ്റ്റിംഗ് വർക്ക് തുടങ്ങിയതിനു ശേഷമുള്ള 2 കിഡ്ലൻ വണ്ടികളുടെ ഡെലിവറി നമുക്ക് ഇന്ന് ചെയ്യാനുണ്ട്. അതായത് 2 ടൈപ്പ് 3 ഇന്നോവ ക്രിസ്റ്റകളാണ് നമുക്ക് ഇന്ന് ഡെലിവറി ചെയ്യാനുള്ളത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഈ 2 വണ്ടികളും ഫേസ് ലിഫ്റ്റിംഗ് വർക്കുകൾക്ക് വേണ്ടി വന്നിരിക്കുന്നത് കേരളത്തിന്റെ തന്നെ 2 അറ്റത്ത് നിന്നാണ്. അതായത് കാസർഗോഡ് നിന്ന് 2017 ഇറങ്ങിയ ഇന്നോവ ക്രിസ്റ്റ നമുക്ക് വന്നിട്ടുണ്ട്. അത് ടൈപ്പ് 3, അതായത് 2023 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അതേപോലെ തന്നെ പാലക്കാട് നിന്നും നമുക്കൊരു ടൈപ്പ് 3 കൺവേർഷന് വേണ്ടിയിട്ട് ക്രിസ്റ്റ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഇവിടെ ഉള്ള വർക്കുകളും കാര്യങ്ങളും എന്തൊക്കെയാണ്, നമ്മൾ ഡെലിവറി ടൈമിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന എന്തായാലും നമുക്ക് വിശ്വാസമുണ്ട്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇപ്പോൾ നമ്മളുള്ളത് നമ്മളെ സ്റ്റുഡിയോയിലാണ്. ഇവിടെ നമ്മളെ കാസർഗോഡ് നിന്ന് വന്ന 2017 മോഡൽ ക്രിസ്റ്റയുടെ ഓൾമോസ്റ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ് അതിന്റെ ഡീറ്റെയിലിംഗ് വർക്കുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്റീരിയറിലൊക്കെ അത്യാവശ്യം ക്ലീൻ ആക്കാനുണ്ട്. അതേപോലെ തന്നെ ഇതിൽ മേജറായിട്ട് നമ്മൾ ഒരുപാട് പെയിന്റിംഗ് ജോബുകൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പറിൽ ഫേസ് ലിഫ്റ്റിംഗിന്റെ കൂടെ തന്നെ ബാക്ക് ബമ്പറിലും അതേപോലെ തന്നെ മെയിൻ ആയിട്ട് സൈഡ് ഡോറിലും അതിന്റെ ക്വാർട്ടർ പാനൽസിലും ഒക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് പെയിന്റിംഗ് ജോബുകൾ ചെയ്തിട്ടുണ്ട്. കാരണം കസ്റ്റമർ നമ്മളോട് പറഞ്ഞിരുന്നു വണ്ടി നല്ല വൃത്തിക്ക് തന്നെ, അതായത് ഫേസ് ലിഫ്റ്റിംഗിന്റെ കൂടെ ഒരു പുത്തൻ വണ്ടിയാക്കി തന്നെ റോഡിൽ അദ്ദേഹത്തിന് ഇറക്കണം എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈഡിൽ നിന്നും കുറച്ച് സജഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു പ്രീമിയം പോളിഷിംഗ് അടക്കം ചെയ്യാനുള്ള ഈ ഒരു പാക്കേജിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ആക്സസറി ഫിറ്റിംഗ് നമ്മൾ ഇതിൽ അഡീഷണൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പുറകിൽ വരുന്ന ഈ ഒരു ടെയിൽ ലാമ്പ് ആണ്. ആഫ്റ്റർ മാർക്കറ്റ് LED ടെയിൽ ലാമ്പും നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ട് ലുക്ക് നിങ്ങളെ കാണിക്കാത്തതിനുള്ള പ്രധാന കാരണം, ഇത് നിങ്ങളെ കാണിക്കുന്നത് ശരിക്കും കസ്റ്റമർക്ക് വണ്ടി കാണിച്ചതിന് ശേഷം ആവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. എന്തായാലും വീഡിയോയുടെ അവസാനം ഈ ഒരു വാഹനം നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു മൊമെന്റ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഫ്രണ്ട് ലുക്ക് കൂടെ നമ്മൾ എന്തായാലും സർപ്രൈസ് ആയിട്ട് വെച്ച സംഭവം കാണിച്ചു തരുന്നതാണ്. നമ്മൾ ടെയിൽ ലാമ്പ് ഫിറ്റിംഗിന്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത ഒരു ആക്സസറി എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചസ് ആണ്. ബേസ് മോഡൽ വണ്ടി ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ടോപ്പ് എൻഡിൽ വരുന്ന ഈ സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചസും ആഡ് ചെയ്ത്, അതേപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് കവർ, അത് സ്റ്റിച്ചിങ് ടൈപ്പിൽ വരുന്ന സ്റ്റിയറിംഗ് കവർ ആഡ് ചെയ്ത് ഈ ഒരു സ്റ്റിയറിംഗ് വീല് നമ്മൾ അതിമനോഹരമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിൽ ഓൾറെഡി ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ടായിരുന്നു, അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ രീതിയിലാണ് നമ്മളിപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചസ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതൊക്കെയാണ് ഇതിൽ മേജർ ആയിട്ട് വരുന്ന ആക്സസറി ഫിറ്റിംഗ്സ്. നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്ത പെയിന്റിംഗ് വർക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, പുതിയ പെയിന്റിംഗ് ഒരുപാട് വന്നതോടുകൂടി നമുക്ക് അത്യാവശ്യം പഴക്കമുള്ള വണ്ടിയാണിത്. 2017 മോഡൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റഫായിട്ട് തന്നെ യൂസ് ചെയ്തൊരു വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആ ഒരു പെയിന്റ് കറക്ഷൻ ജോബിന് വേണ്ടിയിട്ട് നമ്മൾ മാക്കിൻടോഷ് പ്രീമിയം പോളിഷിങ്ങും നമ്മൾ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വണ്ടി നല്ല തിളങ്ങി നിൽക്കുന്നത്. ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്തായാലും നമ്മൾ വണ്ടി ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ 2 വാഹനങ്ങളിലും ഇന്ന് ഡെലിവറി ചെയ്യാനുള്ള 2 വാഹനങ്ങളിലും നമ്മൾ ചെയ്ത ഫേസ് ലിഫ്റ്റിംഗ് കിറ്റിനെ നിങ്ങളെ പരിചയപ്പെടുത്തലാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പാർട്സുകൾ എന്തൊക്കെയാണ്, അതിൽ മേജറായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, 2017 വണ്ടിയിൽ നിന്ന് നമുക്ക് 23ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം പാർട്സ് നിലനിർത്താൻ പറ്റും എന്നൊക്കെയുള്ള കാര്യം നമ്മൾ ഇനി നിങ്ങളെ കാണിക്കും. ആദ്യമായിട്ട് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ ബാഡ്ജിങ് ആണ്. ക്രോം ഫിനിഷിൽ വരുന്ന ഈ ഒരു ബാഡ്ജിങ് തന്നെയാണ് ഇന്നോവ ക്രിസ്റ്റ ടൈപ്പ് 3 കൺവേർഷനിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇടുന്ന സമയത്ത് യൂട്യൂബിൽ ആദ്യത്തെ ടൈപ്പ് 3 കൺവേർഷൻ വീഡിയോ ആയിരുന്നു. നമുക്ക് ഒരുപാട് അപ്രിസിയേഷനും അതേപോലെ തന്നെ ഒരുപാട് എൻക്വയറീസും വന്നൊരു വീഡിയോ ആയിരുന്നു അത്. അതിന്റെ ലിങ്കും കൂടെ നമ്മൾ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ മിസ് ചെയ്യാതൊന്ന് കാണുക. പിന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഈ ഒരു ടൈപ്പ് 3 ബമ്പറാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കൺവേർഷനിൽ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് 100% ടൊയോട്ട ജെന്യുയിൻ പാർട്സ് ആണ്. ഡയറക്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 ദിവസമാണ് നമുക്ക് ഈ ഒരു സാധനം ഇവിടെ കോഴിക്കോട് എത്താൻ വേണ്ടിയിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു ഗ്രില്ലാണ് അതിന്റെ മറ്റൊരു അട്രാക്ഷൻ. അതിന്റെ കൂടെ തന്നെ വരുന്ന ഈ ഒരു ടൊയോട്ട ലോഗോയും ഇതിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ക്രോം ഫിനിഷിങ്, ഇത് മൊത്തം ഒരു സർക്കുലർ രീതിയിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. എന്ത് തന്നെയായാലും
ഈ ഒരു ഗ്രില്ലും ഇതിന്റെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതിന്റെ കൂടെ തന്നെ വരുന്ന ഈ ഒരു ഫോഗ് ലാമ്പ് കവേഴ്സ്, അതായത് നിലവിലുള്ള ടൈപ്പ് 1 ക്രിസ്റ്റകളിൽ പൊതുവെ വരുന്ന അതിന്റെ ഫോഗ് ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ കൂടി അടങ്ങുന്ന ആ ഒരു സംഭവത്തിന്റെ കൂടെ നമ്മൾ ആകെ ആഡ് ചെയ്യേണ്ടത് അത് തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ ഒരു ഫോഗ് ലാമ്പ് കവേഴ്സ് മാത്രമാണ്. അതാണ് ടൈപ്പ് 1-ൽ നിന്ന് 3-ലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് ബഡ്ജറ്റ് വൈസ് കിട്ടുന്ന ഏറ്റവും വലിയൊരു ലാഭവും. അതായത് അതിലുള്ള ഫോഗ് ലാമ്പ് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും നമുക്ക് മാറ്റാതെ തന്നെ ടൈപ്പ് 3 കൺവേർഷനിൽ നമുക്ക് സെയിം സംഭവം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രിസ്റ്റയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി വണ്ടിയുടെ ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് കാണാനുള്ളത് വർക്കിന് ശേഷമുള്ള. ആ കൂട്ടത്തിൽ 1-2 വർക്കുകളും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. നമുക്ക് ഇന്ന് ഇവിടെ ഗ്രാഫീൻ കോട്ടിങ്ങിന് വേണ്ടി വന്ന 2-3 വണ്ടികളുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു 2017 ഇറങ്ങിയ ഫോർച്യൂണർ നമ്മളെ ഗ്രാഫീൻ കോട്ടിങ്ങിന് വന്നതാണ്. ഇതിൽ നമ്മൾ അണ്ടർ ബോഡി കോട്ടിങ്ങും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് 2 താറ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ 2 താറും നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ മാക്കിൻടോഷ് ഗ്രാഫീൻ കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ വണ്ടിയിൽ അണ്ടർ ബോഡി കോട്ടിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എന്തായാലും ഈ വണ്ടിയുടെ 2ഉം നമ്മൾ ശനിയാഴ്ച ഡെലിവറി ചെയ്യാൻ പോകുന്ന വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് നമ്മൾ എന്തായാലും നിങ്ങളെ കാണിക്കുന്നതാണ്. അത് കൂടാതെ ഒരൊറ്റ വർക്ക് കൂടി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടൈപ്പ് 2 ഫോർച്യൂണർ. ഇത് നമുക്കൊരു നോർമൽ പോളിഷിംഗ് വർക്കാണ് ഇതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഇന്ന് ഫില്ലായി കിടക്കുകയാണ്. നമുക്ക് ഈ ആഴ്ച ഡെലിവറി ചെയ്യാനുള്ള വണ്ടികളാണ് ഇതെല്ലാം. അപ്പൊ വീഡിയോസിനിടയ്ക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചെന്ന് മാത്രം. നമ്മൾ ഇനി പോകാൻ പോകുന്നത് നമ്മുടെ പാലക്കാട് നിന്ന് വന്ന വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തെടുത്തേക്കാണ്. നമ്മുടെ പെയിന്റിംഗ് ബൂത്ത് ഉള്ളത് ഏകദേശം ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളെ പെയിന്റിംഗ് ബൂത്ത് ഉള്ളത് ഏകദേശം ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ്, ഉള്ളിയേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ പെയിന്റിംഗ് ജോബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളോട് എപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, അതായത് കളറിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ മിസ്മാച്ച് ഇല്ലാതെ 100% ഗ്യാരണ്ടിയിലാണ് നമ്മളെ പെയിന്റിംഗ് ജോബ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഫുൾ പെയിന്റിംഗ് വർക്കുകൾ ചെയ്യാറുണ്ട്, ഫേസ് ലിഫ്റ്റിംഗ് ജോബിന്റെ ഭാഗമായിട്ടുള്ള പാർഷ്യൽ പെയിന്റിംഗ് ജോബുകൾ ചെയ്യാറുണ്ട്. അതല്ലാതെ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കസ്റ്റമേഴ്സിന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ടച്ചപ്പ് വർക്കുകൾ എല്ലാ രീതിയിലും നമ്മൾ പെയിന്റിംഗ് ജോബ് നല്ല ഹൈ ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നമ്മുടെ പെയിന്റിംഗ് ബൂത്ത് ചിലപ്പോൾ നിങ്ങളെ വീഡിയോയിൽ മുന്നത്തെ വീഡിയോസ് ഒന്നും കാണാത്ത ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. ആ ബൂത്തും കൂടെ നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കുന്നതാണ്. നമ്മൾ നമ്മുടെ പെയിന്റിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ട്. സെയിം ടൈം നമുക്ക് ഒരുപാട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വെന്യൂ ഒക്കെ ശരിക്കും നമുക്ക് ഡീക്രോമിംഗ് വർക്കുകൾക്കൊക്കെ വേണ്ടി വന്നായിരുന്നു. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ക്രിസ്റ്റയുടെ വർക്കും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അത് നിങ്ങളെ കാണിക്കാം. നമ്മളെ പെയിന്റിംഗ് ജോബിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അതിന്റെ ക്വാളിറ്റി തന്നെയാണ്. പിന്നെ കളർ മിസ്മാച്ചസും കാര്യങ്ങളൊന്നും ഇല്ലാതെ പക്ക ഫിനിഷിങ്ങിൽ അതിന്റെ പുട്ടി വർക്കായാലും അതിന്റെ ഡെന്റിങ് ഫിനിഷിംഗ് വർക്കുകളായാലും അതിന്റെ പോളിഷിംഗ് ജോബുകളായാലും ഒക്കെ തന്നെ നമ്മൾ പക്ക ഫിനിഷിങ്ങിൽ നല്ല വാറന്റിയോട് കൂടിയാണ് ചെയ്തു കൊടുക്കുന്നത്. സെയിം ടൈം നമുക്ക് ഒരുപാട് ഇന്നോവ കൺവേർഷനുകൾ, മറ്റ് ഫേസ് ലിഫ്റ്റിംഗ് വർക്കുകൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല നോൺ പ്രീമിയം സെഗ്മെന്റിലുള്ള വാഹനങ്ങളും പ്രീമിയം സെഗ്മെന്റിലുള്ള വാഹനങ്ങളും ഒക്കെ നമ്മൾ പെയിന്റിംഗ് ജോബ് വൃത്തിയോടുകൂടി ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി പെയിന്റിംഗ് ജോബ് കഴിഞ്ഞ് നമ്മുടെ ടൈപ്പ് 3 ബമ്പർ നമ്മളെ ക്രിസ്റ്റയിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഓൾഡ് ബമ്പർ അയച്ച് നേരത്തെ ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള ഫോഗ് ലാമ്പ് ഇൻഡിക്കേറ്റർ എലമെന്റ്സ് ഒക്കെ പുതിയ ബമ്പറിലേക്ക് ഫിറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഫുൾ ബമ്പർ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനുശേഷമുള്ള ക്രോം എലമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തു. ഇതിന്റെ ആഫ്റ്റർ വിഷ്വൽസ് എന്തായാലും നമ്മൾ വീഡിയോ ഡെലിവറിക്ക് ശേഷം കാണിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്റ്റ നമുക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഷോറൂമിലേക്ക് മൊജോയിലേക്ക് വണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മളെ ക്രിസ്റ്റേന്റെ പെയിന്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട് ബമ്പർ അടക്കം ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ മൊജോയിലേക്ക് തന്നെ തിരിച്ച് നമ്മളെ പെയിന്റിംഗ് ബൂത്ത് നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് ഇപ്രാവശ്യവും പെയിന്റിംഗ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ടാക്സി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഇതിന്റെ ഓണർ ശരിക്കും കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം നാട്ടിലൊരു ടാക്സി ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉണ്ട്, മരക്കാർ ചേട്ടൻ. നമ്മളെ ഷോപ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് വണ്ടീന്റെ വർക്കും ചെയ്തിട്ട് ഇന്ന് തന്നെ എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. വണ്ടിയിൽ നമ്മളെ പഴയ ബമ്പർ കിറ്റും ഗ്രില്ലും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കയ്യിൽ സൂക്ഷിച്ച് വെക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അത് ടൈപ്പ് 2-ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്തായാലും ടൈപ്പ് 3-ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ പഴയ ബമ്പർ കിറ്റ് അത് അങ്ങനെ തന്നെ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ അത് ആക്രി വിലക്ക് വിറ്റാൽ നമുക്ക് ചിലപ്പോൾ 2000-3000 രൂപ കിട്ടുമായിരിക്കും. പക്ഷെ അത് നമ്മളെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ധൈര്യം. എന്ന് വെച്ചാൽ ഇത്രയും വിലപിടിപ്പുള്ള ബമ്പറാണ്, വണ്ടിയാണ്, റോട്ടിൽ കൂടെ പോകുന്നതാണ്. അപ്പം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറ്റാതിരിക്കട്ടെ അങ്ങനെ തന്നെ നമ്മൾ പറയാം. എന്നാലും അത് കയ്യിൽ വെച്ചോളാനാണ് നമ്മൾ കസ്റ്റമറോട് പറയാറുള്ളത് എപ്പോഴും. അപ്പോൾ നമ്മൾ തിരിച്ച് മോജോ 1-ൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് വുഡൻ ക്ലാഡിംഗ് വർക്ക് ഇതിന്റെ ഇന്റീരിയറിൽ ഫിനിഷ് ചെയ്യാനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മളെ മരക്കാറിയായിട്ട് നമ്മളെ പുതിയ ഷോപ്പിലാണ് വെയിറ്റ് ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് നമുക്ക് വണ്ടി കൊണ്ടുപോകണം. അപ്പോൾ ടൈപ്പ് 3-ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഇനോവ ക്രിസ്റ്റ നമുക്ക് പാലക്കാട്ട് നിന്നായിരുന്നു വണ്ടി വന്നിട്ടുള്ളത്. നമ്മളെ മരക്കാർ ചേട്ടൻ രാവിലെ തൊട്ട് നമ്മളെ ഈ വണ്ടിക്ക് വർക്ക് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
ശരിക്കും പറഞ്ഞാല് നമ്മളൊരു ദിവസം കൊണ്ടാണ് ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള വർക്ക് ഈ ഒരു വാഹനത്തിൽ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ത്രില്ലെന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങളൊക്കെ മരക്കാരേട്ടൻ നമുക്ക് പറഞ്ഞു തരും. ആദ്യം വണ്ടി ഒന്ന് കാണാം. മരക്കാരേട്ടാ, വണ്ടി ഒന്ന് കണ്ടു നോക്കി. എന്താ നമ്മളെ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം? സന്തോഷം, നല്ല തൃപ്തിയാണ്. പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? നമ്മളെ ഷോപ്പിൽ കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്തു അല്ലേ? ഇങ്ങനെ കോഴിക്കോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദിവസം കുറവായിരുന്നു എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാല്, നാളെയും വണ്ടിക്ക് പാലക്കാട് എത്തിയതിനു ശേഷം ഓട്ടമുണ്ട്. അത്യാവശ്യം ടാക്സി ഓട്ടങ്ങളൊക്കെ ഓടുന്ന വണ്ടിയാണ്. മരക്കാരേട്ടനാണ് അതിന്റെ അമരക്കാരൻ. അപ്പം തീരെ ദിവസം അല്ലായിരുന്നു എന്നാണ് നമ്മളോട് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ ഇന്ന് രാവിലെ 5 മണിക്ക് പുറപ്പെട്ടതാണ് മരക്കാരേട്ടൻ. വൈകുന്നേരം വരെ ഒരേ നിപ്പാണ്. അപ്പോൾ നമ്മളെ കൂടെ ഈ ദിവസം കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്തു. നമ്മൾ ഇന്ന് വണ്ടി അദ്ദേഹത്തിന് കൈമാറാണ്. വണ്ടി മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സന്തോഷമായി. ഇനി നാട്ടിലെത്തിയിട്ട് എല്ലാവരെയും കാണിച്ചിട്ട് അതിന്റെ ബാക്കിയുള്ള വിവരങ്ങളും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ ഹാപ്പി ആയി. നമ്മൾ ടൈപ്പ് 3 കൺവേർട്ടഡ് ഇനോവ ക്രിസ്റ്റ ഡെലിവർ ചെയ്തു. അപ്പോൾ നമ്മളെ കൺവേർഷന് ശേഷമുള്ള ലുക്ക് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കുക. ടൈപ്പ് 2 ആണോ ടൈപ്പ് 3 ആണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിസ്റ്റയുടെ മോഡൽ എന്നൊക്കെയുള്ള കാര്യം നമ്മൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. ശരിക്കും പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. നമ്മുടെ കാസർഗോഡേക്കുള്ള വണ്ടിയും കൂടെ നമുക്ക് ഡെലിവർ ചെയ്യാനുണ്ട്. ഇനി അതിലേക്ക് കടക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ നമ്മുടെ വണ്ടി ഡെലിവർ ചെയ്യാൻ പോവാണ്. നമ്മളെ കാസർഗോഡ് നിന്ന് നമ്മളെ സുഹൃത്ത് ജംഷീർ ഭായും സിറാജിക്കയും ഖാദർക്കയും എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മൾ വണ്ടി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ വണ്ടി ആദ്യം ഒന്ന് കണ്ടിട്ട് നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, നമ്മളെ വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടി കാര്യങ്ങളൊക്കെ അവർ കണ്ട്. അപ്പോൾ നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടോ, അവരെ ജെന്യൂൻ ആയിട്ടുള്ള എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ആദ്യം തന്നെ നമുക്ക് ജംഷീർ ഖാനിൽ തന്നെ തുടങ്ങാം. ജംഷീർ ഖാൻ സംസാരിക്കാനൊക്കെ കുറച്ച് മടിയുണ്ട്. അതായത് ജംഷീർ ഖാനിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ജംഷീർ ഖാന് കാസർഗോഡ് അത്രയും ദൂരെ നിന്ന് നമ്മളെടുത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിശ്വസിച്ച് ഇങ്ങോട്ട് വണ്ടി തന്ന ആള്. അപ്പൊ മൂപ്പര അഭിപ്രായം തന്നെ നമുക്ക് ആദ്യം അറിയേണ്ടത്. ജംഷീർ ഖാൻ എങ്ങനെ വർക്കും വണ്ടിയും ഒക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല വർക്ക്. എങ്ങനെ പൊതുവെ നിങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചിരുന്നോ വണ്ടി നമ്മളെടുത്ത് തന്നിട്ട് പോകുന്ന സമയത്ത്? ഇല്ല, ഞാൻ ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം നോക്കി വന്നല്ലേ. അതെ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ലതെന്ന് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. എന്റെ സുഹൃത്തുക്കളെ ഷോപ്പിൽ ഇതിന്റെ തന്നെ ഷോപ്പിൽ നിന്ന്. പക്ഷെ ഇത്ര ലോങ് വന്ന നിങ്ങളെ വർക്ക് ഇൻസ്റ്റാളിൽ കണ്ടുകൊണ്ട് താങ്ക് യു. അത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കാണിക്കുന്ന സംഭവങ്ങൾ ശരിയാണോ എന്ന് വരെ പലരും ചിന്തിക്കുന്നുണ്ടാവാം. ഇവര് സാക്ഷികളാണ്. നമ്മളെ വർക്ക് എങ്ങനെയൊക്കെയാണ്, നമ്മളെ വർക്കിന്റെ ക്വാളിറ്റി എങ്ങനെയൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണോ പറയുന്നത് ആ രീതിയിൽ തന്നെ വർക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ജംഷീർ ഖാന്റെ സുഹൃത്തുക്കൾ ഖാദർക്കയും സാജിദായും നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് സാജിക്കാനോട് ചോദിക്കാം, എങ്ങനെയുണ്ട് വർക്ക്? വണ്ടി കണ്ടതല്ലേ, ഇപ്പൊ വണ്ടി കണ്ടപ്പോ മൊത്തം മാറ്റം നന്നായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഖാദർഖാനോട് ചോദിക്കാം. ഖാദർക്ക വണ്ടി തരാൻ സമയത്ത് നമ്മളടുത്ത് വന്ന ആളാണ്. നിങ്ങൾ ജെന്യൂൻ ആയിട്ട് പറഞ്ഞാൽ മതി. ഖാദർക്ക ഉഷാറായിട്ടുണ്ട്. താങ്ക് യു. അപ്പോ വണ്ടി നമ്മൾ ഇവരടുത്ത് കൊടുത്തു വിടുകയാണ്. വണ്ടി ഒരു പൊന്നുപോലെ നോക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പ്രത്യേകിച്ച് വേറെ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മളെ എല്ലാ ടീമും നിങ്ങൾക്ക് എന്ത് ഹെൽപ്പിന് വേണ്ടിയിട്ടും ലൈനിലുണ്ടാവും. ഓക്കെ, താങ്ക് യു. സ്പെഷ്യൽ താങ്ക്സ് ഖാദർക്ക. മൊത്തത്തിൽ പറഞ്ഞാൽ ഏകദേശം 7 ദിവസത്തോളം എടുത്തിട്ടാണ് പ്രീമിയം പോളിഷിങ്ങും കൺവേർഷനും മറ്റ് പെയിന്റിംഗ് വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്തിട്ട് ഈ ക്രിസ്റ്റ നമ്മൾ ഡെലിവർ ചെയ്തിട്ടുള്ളത്. 2 വണ്ടികൾ ഡെലിവർ ചെയ്തപ്പോഴും കസ്റ്റമേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അവരുടെ സന്തോഷമൊക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആക്കുന്നത്. അങ്ങനെ നമുക്ക് കേരളത്തിന്റെ 2 അറ്റത്തു നിന്നും വന്ന ഈ ഇനോവ ക്രിസ്റ്റകൾ, അതും വൈറ്റ് കളറിലുള്ള ഈ ഇനോവ ക്രിസ്റ്റകൾ കംപ്ലീറ്റ് വിഷ്വൽസും അതേപോലെ തന്നെ അതിന്റെ റിവീലിംഗ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇതിന്റെ മാക്സിമം പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അതൊക്കെ നിങ്ങളിലേക്ക് എത്തിയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഈ ടൈപ്പ് 3 കൺവേർഷനിൽ ടൈപ്പ് 1നെ 3 ആക്കുന്നതിലുള്ള ഡൗട്ട്സുകളൊക്കെ നമ്മളോട് വാട്സപ്പ് മെസ്സേജ് വഴി അല്ലെങ്കിൽ കോൾസ് വഴിയൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. നമ്മളെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇടാറുണ്ട്. അതിനിടയ്ക്ക് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് പഴയ ബമ്പർ കൂടെ ഈ വാഹനത്തിന്റെ കൂടെ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം. എന്റെ ഫ്രണ്ടിലുള്ളത് 2017 മോഡൽ ക്രിസ്റ്റയുടെ പഴയ ബമ്പറാണ്.
ഇതിൽ ശരിക്കും 2 പീസായിട്ട് വന്നിരുന്ന ഈ ഒരു ഗ്രില്ലും ബമ്പറും ആണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫോഗ് ലാംപ്സ് നമുക്ക് അങ്ങനെ തന്നെ ഈ ഒരു ഫോഗ് ലാമ്പ് അങ്ങനെ തന്നെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഇൻഡിക്കേറ്ററും കൂടെ വരുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ പുറമെ വന്ന കുറേ ക്രോം പാർട്സ് പിന്നെ ഗ്രില്ലിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടാണ് ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ലുക്കിലേക്ക് നമുക്ക് ഈ 2 വാഹനങ്ങളും കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതുവരെ മനസ്സിലാവാത്തവർക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രില്ലും ബമ്പറും നമ്മൾ ഇതിന് ഇടയ്ക്ക് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത്രയും ദൂരെ നിന്ന് നമുക്ക് ഈ വർക്കുകൾക്ക് വേണ്ടി നമ്മുടെ അടുത്തേക്ക് വന്ന ഈ ഇന്നോവ ക്രിസ്റ്റകളുടെ 2 കസ്റ്റമേഴ്സിനും നമുക്ക് നന്ദി പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇനി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല ഒരുപാട് വർക്കുകൾ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ ഇനിയും വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വർക്കായിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ, താങ്ക്